ബാറിൽ വച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന കേസിൽ പ്രതി ചേർത്തതോടെ നടി ലക്ഷ്മി മേനോൻ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതി. കേസിൽ എറണാകുളം നോർത്ത് പോലീസ് പ്രതിയാക്കിയതോടെ നടി ഒളിവിലാണ്. നടിക്കൊപ്പമുണ്ടായിരുന്ന മിഥുൻ, അനീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്കൊപ്പം മറ്റൊരു വനിതാ സുഹൃത്തുമുണ്ടായിരുന്നു. പിടിയിലായവർ ആലുവ പരവൂർ സ്വദേശികളാണ്. ആലുവ സ്വദേശിയായ IT കമ്പനി ജീവനക്കാരനാണ് തന്നെ കടത്തിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന് പരാതി നൽകിയിരിക്കുന്നത്. കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയതിന് പിന്നാലെ നടിയുടെ അറസ്റ്റ് തടഞ്ഞു. ഓണത്തിനു ശേഷം കേസ് പരിഗണിക്കുമ്പോൾ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കും. പരാതിക്കാരൻ ബാറിൽ വച്ച് തന്നെ അസഭ്യം പറയുകയും ലൈംഗികമായി അധിക്ഷേപിക്കുകയും ചെയ്തെന്ന് ലക്ഷ്മി മുൻകൂർ ജാമ്യ ഹർജിയിൽ ആരോപിച്ചു. ബാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം പരാതിക്കാരൻ കാറിൽ പിന്തുടരുകയും ബിയർ കുപ്പിയുമായി ആക്രമിച്ചുവെന്നും ലക്ഷ്മി മേനോൻ പറയുന്നു. കെട്ടിച്ചമച്ച കഥകളാണ് IT ജീവനക്കാരൻ ഉന്നയിച്ച പരാതിയുടെ ഉള്ളടക്കം. കുറ്റകൃത്യവുമായി തനിക്ക് ബന്ധമില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും നടി മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നു. ഞായറാഴ്ച രാത്രി കൊച്ചിയിലെ ബാനർജി റോഡിലുള്ള ബാറിൽ വെച്ചായിരുന്നു തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. പിന്നീട് തർക്കം റോഡിലേക്ക് നീങ്ങി. രാത്രി 11:45 നോർത്ത് പാലത്തിൽ വെച്ച് പ്രതികൾ കാർ തടഞ്ഞത്. പരാതിക്കാരനെ കാറിൽ നിന്നും വലിച്ചിറക്കി കൊണ്ടുപോയെന്നാണ് FIRൽ പറയുന്നത്. കാറിൽ വച്ച് മർദ്ദിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരൻ പറയുന്നു. പിന്നീട് ഇയാളെ ആലുവ പരവൂർ കവലയിൽ ഇറക്കി വിടുകയായിരുന്നു. തിങ്കളാഴ്ച നോർത്ത് പോലീസ് സ്റ്റേഷനിൽ യുവാവ് നൽകിയ പരാതിയെ തുടർന്ന് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. അതേസമയം IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോനും പ്രതിയാണെന്ന വാർത്ത ഞെട്ടലോടെയാണ് സിനിമാ ലോകം കേട്ടത്. കേസിൽ 3ാം പ്രതിയാണ് നടി. സംഭവത്തിൽ ലക്ഷ്മി മേനോൻ ഉൾപ്പെട്ടതിന്റെ വീഡിയോ തെളിവുകളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നടു റോഡിൽ കാർ തടഞ്ഞ് നടിയും സംഘവും പരാക്രമം കാട്ടിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കാറിലിരിക്കുന്ന യുവാവിനോട് ലക്ഷ്മിക്കൊപ്പമുണ്ടായിരുന്ന യുവതി തർക്കിക്കുന്നതായി വീഡിയോയിൽ കാണാം. ഇതിനുശേഷമാണ് പരാതിക്കാരനെ ലക്ഷ്മി മേനോനും മറ്റ് 3 പേര് ഉൾപ്പെടുന്ന സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത്. കേസായതിനെ തുടർന്ന് വീഡിയോയിൽ ഉണ്ടായിരുന്ന മിഥുനെയും അനീഷിനെയും സോനാമോളെയും എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലക്ഷ്മി മേനോനെയും പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. എന്നാൽ ഇവർ ഒളിവിലാണെന്ന് സൂചനകളുണ്ട്. മലയാളത്തിൽ തുടങ്ങി തമിഴിൽ സജീവമായി സിനിമകൾ ചെയ്ത് വന്നിരുന്ന നടിയാണ് ലക്ഷ്മി മേനോൻ. 2011 വിനയൻ സംവിധാനം ചെയ്ത രഘുവിന്റെ സ്വന്തം റസിയ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. തൊട്ടടുത്ത വർഷം തന്നെ സുന്ദരപാണ്ഡ്യൻ എന്ന ചിത്രത്തിലൂടെ തമിഴിലും അരങ്ങേറ്റം കുറിച്ചു. കുംകിയാണ് ലക്ഷ്മിയെ ശ്രദ്ധേയയാക്കിയ ചിത്രം. കുംകിയിലെയും സുന്ദരപാണ്ഡ്യനിലെയും അഭിനയത്തിന് തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. 2014 ദിലീപിന്റെ നായികയായ അവതാരം എന്ന സിനിമയിൽ ലക്ഷ്മി അഭിനയിച്ചു. കരിയറിന്റെ മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി നടി സിനിമയിൽ നിന്നും ഒരു ഇടവേള എടുക്കുന്നത്. വേതാള എന്ന സിനിമയ്ക്ക് ശേഷം താരം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു.